നമസ്കാരം, KCN ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. അന്തരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ ഛായാചിത്രം മുതുമ CCN ഓഫീസിൽ സ്ഥാപിച്ചു. അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കുക, റേഷൻ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJPയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകും. 28ാമത് റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. വിവിധ റോഡ് സുരക്ഷാ പരിപാടികൾ സംഘടിപ്പിക്കും. നോട്ട് പ്രതിസന്ധി, നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ടൗണിൽ പ്രതിഷേധ പ്രകടനം. കേരള കോർപ്പറേറ്റ് എംപ്ലോയീസ് ഫ്രണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. അന്തരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റായ NH അൻവറിന്റെ ഛായാചിത്രം മുതുമ CCN ഓഫീസിൽ സ്ഥാപിച്ചു. ചടങ്ങിൽ ബഡ്സ് സ്കൂളുകൾക്കുള്ള സഹായ വിതരണവും സംഘടിപ്പിച്ചു. കേബിൾ TV വ്യവസായത്തിന് മികച്ച സംഭാവനകൾ നൽകുകയും സമൂഹത്തിൽ മറക്കാനാകാത്ത വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്ത NH അൻവറിന്റെ ഛായാചിത്രമാണ് മുതുമ CCN ഓഫീസിൽ സ്ഥാപിച്ചത്. മന്ത്രി E. ചന്ദ്രശേഖരൻ ഛായാചിത്രം അനാച്ഛാദനം ചെയ്തു. അദ്ദേഹത്തെ സ്മരിച്ച് സഹപ്രവർത്തകർ കള്ളാർ മുള്ളേരിയ ബഡ്സ് സ്കൂളുകളിലെ കുട്ടികളുടെ ക്ഷേമപ്രവർത്തനത്തിന് നൽകുന്ന തുകയും ചടങ്ങിൽ കൈമാറി. കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാടിൽ നിന്നും സ്കൂൾ അധ്യാപികമാരായ ഡാരിയയും ശുഭയും സഹായധനം ഏറ്റുവാങ്ങി. അടുത്തതായി ശ്രീമതി ശുഭ ബിസിനസ് ബോവിക്കാനം ബഡ്സ് സ്കൂൾ. COA സംസ്ഥാന പ്രസിഡന്റ് K. വിജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രസ് ക്ലബ്ബ് സെക്രട്ടറി സണ്ണി ജോസഫ്, കേബിൾ TV ഓപ്പറേറ്റർ അസോസിയേഷൻ ഭാരവാഹികളായ KV രാജൻ, M. അബൂബക്കർ, സിദ്ദിഖ്, പ്രവീൺ മോഹൻ, വിനു ശിവദാസ്, M. രാജ്മോഹൻ, സജീവ് കുമാർ, സതീഷ് K. പാക്കം, K. പ്രദീപ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേബിൾ TV രംഗത്ത് അമൂല്യ സംഭാവനകൾ നൽകിയ NH അൻവർ ഇനി മുതുമ CCN ഓഫീസ് ചുവരിൽ ചരിത്രമാകും. ഛായാചിത്രം അനാച്ഛാദന ചടങ്ങിൽ അൻവറിന്റെ ഓർമ്മകളെ സ്മരിച്ച് മന്ത്രി E. ചന്ദ്രശേഖരൻ. കാലം ചരിത്രത്തിന് സമ്മാനിച്ച മഹത് വ്യക്തിയായിരുന്നു NH അൻവർ. ഒടുവിൽ ഓർമ്മയായി മറഞ്ഞ അൻവറിന്റെ ഛായാചിത്രം മുതുമ CCN ഓഫീസിൽ സ്ഥാപിക്കപ്പെട്ടു. കേബിൾ TV വ്യവസായത്തിന് അമൂല്യ സംഭാവനകൾ നൽകുകയും സഹപ്രവർത്തകരുടെ സുഖദുഃഖങ്ങളിൽ എന്നും കൂടെ നിൽക്കുകയും ചെയ്ത NH അൻവറിനെ ചടങ്ങിനെത്തിയവർ ഒന്നടങ്കം അനുസ്മരിച്ചു. വേദനകൾ പങ്കുവെച്ചും അൻവറിനോടൊപ്പമുള്ള നിമിഷങ്ങൾ ഓർമ്മപ്പെടുത്തിയും പലരും വിരുമ്പി. ഛായാചിത്രം അനാച്ഛാദനം ചെയ്ത മന്ത്രി E. ചന്ദ്രശേഖരനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിൽ പതിഞ്ഞ അൻവറിനെ വെളിപ്പെടുത്തി. ഞാൻ അൻവറുമായൊക്കെ നല്ല വർത്തമാനത്തിൽ ഇടപെടുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ഇതിൻ്റെ ഓരോ കാര്യങ്ങളും പറഞ്ഞതും ആ ചെമ്മനാട് കടവിൻ്റെ നേരെ എതിർവശത്തുള്ള കാസർഗോഡ് അക്കരെയുള്ള അദ്ദേഹത്തിൻ്റെ ആ കേബിൾ TVയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങളും അദ്ദേഹം ഇവിടെ താമസിച്ചുകൊണ്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളുമെല്ലാം അവിടേക്ക് എന്നെ ക്ഷണിച്ചു വരുത്തി, എന്നെ വിളിച്ചു വരുത്തി, എന്നെ കൊണ്ട് പലപ്പോഴും സംസാരിപ്പിച്ചൊക്കെ അദ്ദേഹം ഇതെല്ലാം പകർത്തി ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഞാൻ ഓർക്കുകയാണ്. ഒരു സാധാരണഗതിയിൽ ഒരു മാധ്യമപ്രവർത്തകൻ, ആ മാധ്യമപ്രവർത്തകൻ്റെ ഒരു പ്രവർത്തന മണ്ഡലത്തിനുമെല്ലാം അപ്പുറത്ത് ഒരു വലിയ സാമൂഹ്യ വീക്ഷണമുണ്ടായിരുന്നു. പൊതുസമൂഹത്തെ നോക്കിക്കൊണ്ടിരുന്ന, സമൂഹത്തിൻ്റെ വേദനകളോട് പ്രതികരിച്ചിരുന്ന, സമൂഹത്തിൻ്റെ ഇല്ലായ്മകളും വല്ലായ്മകളും കണ്ടറിഞ്ഞിരുന്ന, ആ വേദനയിൽ പങ്കാളിയാകാൻ ശ്രമിച്ച ഒരു വലിയ മാധ്യമപ്രവർത്തകനെയാണ് ഞാൻ അൻവറിലൂടെ കണ്ടത്. അൻവറിന്റെ ഓർമ്മയ്ക്കായി സഹപ്രവർത്തകർ സ്വരൂപിച്ച തുക ബഡ്സ് സ്കൂളുകൾക്ക് കൈമാറുമ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ഖാദർ മാങ്ങാടിനും അദ്ദേഹത്തെ പറ്റി പറയുവാൻ നൂറുനാവായിരുന്നു. ഒരുപാട് കാലം ഒരു ശിലയെപ്പോലെ ജീവിക്കുന്നതിനേക്കാൾ ഒരു ശലഭം പോലെ കുറച്ചു കാലമെങ്കിലും ജീവിക്കുന്നതാണ് നല്ലത് എന്ന ചൊല്ലുണ്ട്. അത് സ്വന്തം ജീവിതത്തിൽ പൂർണ്ണമായി നടപ്പിലാക്കിയ ഒരാളായിരുന്നു അൻവർ സാദത്ത്. നിങ്ങൾ മധുരമായി പെരുമാറുക, നിങ്ങൾ മധുരതരമായിരിക്കുക, എങ്കിൽ ശലഭങ്ങൾ നിങ്ങളുടെ പിന്നാലെ വന്നുകൊള്ളും എന്ന് പറയാറുണ്ട്.
അൻവർ എല്ലാവരോടും മധുരതരമായി പെരുമാറും. അദ്ദേഹത്തിന് ചുറ്റും ഒരുപാട് സൗഹൃദ വലയമുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. സീനിയർ വിദ്യാർത്ഥിയായിരുന്നിട്ടും അൻവറിനോട് എനിക്ക് സഹോദര നിർവിശേഷമായ സ്നേഹമായിരുന്നു, അടുപ്പമായിരുന്നു. മറക്കാൻ കഴിയാത്ത വ്യക്തിത്വം. ഒടുവിൽ ചുമർഭിത്തിയിൽ ഓർമ്മകൾ നിരമ്പുന്ന ചരിത്രമായി കാലത്തിൻ്റെ ഈ കർമ്മയോഗി പ്രതിഷ്ഠിക്കപ്പെട്ടു. അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കുക, റേഷൻ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJP സംഘടിപ്പിക്കുന്ന വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി. നേതാക്കൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. കള്ളപ്പണ സഹകരണ മുന്നണികൾക്കെതിരെയും റേഷൻ പ്രതിസന്ധി, അക്രമരാഷ്ട്രീയം തുടങ്ങിയവ അവസാനിപ്പിക്കുക എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJP സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 12-ന് ജില്ലയിലെത്തുന്ന ജാഥയ്ക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ സ്വീകരണം നൽകും. എല്ലാ മണ്ഡലങ്ങളിലും ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പറഞ്ഞു. കള്ളപ്പണ സഹകരണ മുന്നണികൾക്കെതിരെ റേഷൻ പ്രതിസന്ധിയും അതുപോലെ തന്നെ അക്രമ രാഷ്ട്രീയം, കൊലപാതക രാഷ്ട്രീയം എന്നീ 3 വിഷയങ്ങൾ മുദ്രാവാക്യമാക്കിക്കൊണ്ടാണ് BJPയുടെ പ്രചരണ ജാഥ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ ജാഥ കാസർഗോഡ് ജില്ലയിൽ ഈ മാസം 12-ാം തീയതി എത്തുന്നു. നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് അതിന് സ്വീകരണം നൽകാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. കാസർഗോഡ് ജില്ലാ അതിർത്തിയായിട്ടുള്ള ഒളവറയിൽ നിന്ന് വാഹനത്തിൻ്റെ അകമ്പടിയോട് കൂടിയിട്ടുള്ള യാത്രയെ സ്വീകരിച്ചുകൊണ്ട് തൃക്കരിപ്പൂർ മണ്ഡലത്തിൻ്റെ സ്വീകരണം നീലേശ്വരം ടൗണിൽ വെച്ച് ഉച്ചയ്ക്ക് 12 മണിക്ക് വമ്പിച്ച സ്വീകരണം നൽകും. വാർത്താ സമ്മേളനത്തിൽ BJP ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത്, BJP സംസ്ഥാന സമിതി അംഗം ബാലകൃഷ്ണ ഷെട്ടി, ജില്ലാ ജനറൽ സെക്രട്ടറി A. വേലായുധൻ തുടങ്ങിയവർ സംബന്ധിച്ചു. 28ാമത് റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. ജനുവരി 9 മുതൽ 15 വരെ നടക്കുന്ന വാരാഘോഷത്തിൽ വിവിധ റോഡ് സുരക്ഷാ പരിപാടികൾ സംഘടിപ്പിക്കും. നിങ്ങളുടെ സുരക്ഷ, കുടുംബത്തിൻ്റെ രക്ഷ, റോഡുകളിൽ ജാഗ്രത പാലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയാണ് ജനുവരി 9 മുതൽ 15 വരെ റോഡ് സുരക്ഷാ വാരാചരണം നടത്താൻ കാസർഗോഡ് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിച്ചത്. വർദ്ധിച്ചു വരുന്ന വാഹന ദുരന്തങ്ങൾ ജില്ലയിൽ കുടുംബങ്ങളുടെ സമാധാനം കെടുത്തുന്ന സാഹചര്യത്തിലാണ് ജില്ലയിൽ റോഡ് രക്ഷയുമായി ബന്ധപ്പെട്ട് വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കാസർഗോഡ് ടൗൺ ഹാളിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം NA നെല്ലിക്കുന്ന് MLA നിർവഹിച്ചു. നമ്മുടെ കാസർഗോഡ് ജില്ല റോഡ് അപകടങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മളെല്ലാവരെയും വേദനിപ്പിക്കുന്ന വിധത്തിൽ ഈ റോഡ് അപകടങ്ങളിലൂടെ വളരെയധികം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മുടെ മംഗലപ്പാടിയിൽ തൃശ്ശൂർ സ്വദേശികളായ 3 ആളുകൾ റോഡ് അപകടത്തിൽ മരണപ്പെട്ടത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രം റോഡിൽ കൂടി നമ്മൾ കാൽനടയായി സഞ്ചരിക്കുകയാണെങ്കിലും വാഹനങ്ങളിൽ സഞ്ചരിക്കുകയാണെങ്കിലും നമ്മൾ മാത്രം ശ്രദ്ധിച്ചാൽ അപകടങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിയാൻ പറ്റുകയില്ല. നമ്മളെത്ര ശ്രദ്ധിച്ചാലും പലപ്പോഴും നമ്മളുടേതല്ലാത്ത തെറ്റുകൊണ്ട് നമ്മൾ റോഡ് അപകടങ്ങളിൽ പെടുകയാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടി ജാഗ്രത പാലിച്ച് ഈ റോഡ് സുരക്ഷാ നിയമങ്ങൾ അനുസരിച്ച് ജീവിച്ചാൽ മാത്രമേ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. കാസർഗോഡ് നഗരസഭാ ചെയർപേഴ്സൺ B. ഫാത്തിമ ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ജീവൻ ബാബു മുഖ്യാതിഥിയായി. കാസർഗോഡ് DYSP ഹരിചന്ദ്ര നായിക് റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു. വാർഡ് കൗൺസിലർ ജയപ്രകാശ്, റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് വിനയ്, AK രാജീവൻ, കുഞ്ഞമ്പു നായർ, VJ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. നോട്ട് നിരോധനം 60 നാൾ പിന്നിട്ടിട്ടും ജനങ്ങളുടെ ദുരിതത്തിന് പരിഹാരം കാണാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ച് നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. നോട്ട് നിരോധനവുമായി ബന്ധപ്പെട്ട് രാജ്യത്തെ സാധാരണ ജനങ്ങളുടെ ദുരിതം 60 നാൾ പിന്നിട്ടിട്ടും പരിഹാര നടപടികൾ കേന്ദ്രം സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി കാസർഗോഡ് ടൗണിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് പരിസരത്ത് പോലീസ് തടഞ്ഞു.
നാഷണൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് അജിത് കുമാർ ആസാദ് ഉദ്ഘാടനം ചെയ്തു. രാജ്യം നന്നായി മുന്നോട്ട് കൊണ്ടുപോയ സത്യസന്ധനും നീതിമാനുമായ ഒരു പ്രധാനമന്ത്രിയെയല്ല നാം ജനവിചാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാം ജനവിചാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ 2021 ആകുമ്പോഴേക്ക് നമ്മുടെ ഭാരതം ലോകത്ത് നമ്പർ 1 ആകുമെന്ന് പറഞ്ഞു ഈ രാജ്യത്തിന്റെ കനകസിംഹാസനത്തിലേക്ക് കയറിയ നരേന്ദ്രമോദി എന്ന നരാധമനായ മോദി, ആ നരാധമനായ മോദിയെയാണോ, ആ പ്രധാനമന്ത്രിയെയാണോ നാം ഇവിടെ വിചാരണ ചെയ്യാൻ പോകുന്നത്? ജില്ലാ പ്രസിഡന്റ് റഹീം ബണ്ടിച്ചാൽ അധ്യക്ഷത വഹിച്ചു. INL ജില്ലാ സെക്രട്ടറി അസീസ് കടപ്പുറം, NLU സംസ്ഥാന സെക്രട്ടറി സുബേർ പടുപ്പ്, സഫറുള്ള ഹാജി പട്ടേൽ, നൌഷാദ് ഏരിയാൽ, അഡ്വക്കേറ്റ് ഷെയ്ഖ് ഹനീഫ, ഷെരീഫ് ചെമ്പരിക്ക, സിദ്ദിഖ് ചെങ്കള, അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം സംയുക്ത താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് SVDN ഹാളിലാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ടിൻ്റെ കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്കുകളുടെ സംയുക്ത സമ്മേളനം നടന്നത്. DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അത് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രയാസങ്ങൾക്കപ്പുറം ഇന്ത്യ രാജ്യത്ത് ഈ നോട്ട് പ്രതിസന്ധിയെ സംബന്ധിച്ച വിഷയം വന്നപ്പോൾ കേരളം മാത്രമല്ല, കേരളത്തിലെ സഹകരണ പ്രസ്ഥാനം മാത്രമല്ല ഏറ്റവും വലിയ പ്രതിസന്ധി നേരിട്ടത്. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ സ്വന്തം സംസ്ഥാനമായ ഗുജറാത്തിൽ നിന്നുപോലും സ്വകാര്യ ഹർജികൾ സംസ്ഥാനത്തുള്ള കോടതിയിലും അതുപോലെ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതിയിലും വരെ എത്തിയ സാഹചര്യമുണ്ടായി. കാസർഗോഡ് താലൂക്ക് പ്രസിഡന്റ് കുഞ്ഞമ്പ് മേലോത്ത് അധ്യക്ഷത വഹിച്ചു. KCEF സംസ്ഥാന വൈസ് പ്രസിഡന്റ് PK വിനയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് സെക്രട്ടറിമാരായ ഷാഫി ചൂരിപ്പള്ളം, J വിശ്വനാഥ ഷെട്ടി, KCEF ജില്ലാ സെക്രട്ടറി PK വിനോദ് കുമാർ, പ്രസിഡന്റ് കൊപ്പൽ പ്രഭാകരൻ, വനിതാ ഫോറം സംസ്ഥാന കൺവീനർ E രുദ്രകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് നടന്ന യാത്രയപ്പ് സമ്മേളനം ജില്ലാ ബാങ്ക് വൈസ് പ്രസിഡന്റ് ബാലകൃഷ്ണ വർക്കുടിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് K കരുണാകരൻ നമ്പ്യാർ, അഡ്വക്കേറ്റ് K ശ്രീകാന്ത്, ശ്രീധരൻ കാരാക്കോട് തുടങ്ങിയവർ സംസാരിച്ചു. നീലേശ്വരം പള്ളിക്കരയിലെ പീപ്പിൾസ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറി ഇനി വിജ്ഞാന കേന്ദ്രം. സംസ്ഥാന ലൈബ്രറി കൗൺസിലിന് അനുവദിച്ച കേന്ദ്രത്തിലൂടെ ഇനി വിവിധ സേവനങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും. നീലേശ്വരം പള്ളിക്കരയിലെ പ്രമുഖ സാംസ്കാരിക സ്ഥാപനമായ പീപ്പിൾസ് റീഡിംഗ് റൂം ആൻഡ് ലൈബ്രറിക്ക് സംസ്ഥാന ലൈബ്രറി കൗൺസിലാണ് വിജ്ഞാന സേവന കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത്. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി അഡ്വക്കേറ്റ് P അപ്പുക്കുട്ടൻ വിജ്ഞാന സേവന കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു. റെയിൽവേയുടെ ടിക്കറ്റായ, വിമാനത്തിൻ്റെ ടിക്കറ്റായ, ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ ടിക്കറ്റായ, ഇതെല്ലാം തന്നെ ഇരുന്ന സ്ഥലത്ത് വെച്ച് സംഘടിപ്പിക്കാനുള്ള സംവിധാനമാണ്. പല സ്ഥാപനങ്ങളിലും, മിക്കവാറും എല്ലാ സ്ഥാപനങ്ങളിലെയും ജോലിക്കുള്ള അപേക്ഷകളൊക്കെ തന്നെ ഓൺലൈനിലൂടെ സമർപ്പിക്കാനുള്ള സൗകര്യം. വിവിധങ്ങളായിട്ടുള്ള ജനങ്ങളുടെ ആവശ്യം ഇതിലൂടെ നിർവഹിക്കാൻ കഴിയുന്ന സാഹചര്യം. ആ സാഹചര്യം എന്ന് പറയുന്നത് വീടുകളിൽ എല്ലാവർക്കും ഇപ്പോൾ എത്തിയിട്ടില്ല. ആ നിലയിൽ സാർവത്രികമായിട്ടില്ല. അതുകൊണ്ട് അതില്ലാത്ത മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ സഹായിക്കാൻ നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ രംഗത്ത് വരേണ്ടതുണ്ട് എന്നതാണ്. ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ P പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭയുടെയും മറ്റു സർക്കാർ ഏജൻസികളുടെയും വിവിധ സേവനങ്ങളോടൊപ്പം തൊഴിൽ വാർത്തകളും പ്രാദേശിക വാർത്തകളും കേന്ദ്രത്തിലൂടെ പൊതുജനങ്ങൾക്ക് ലഭിക്കും. നഗരസഭാ കൗൺസിലർമാരായ KV രാധ, KV ഉഷ, താലൂക്ക് ലൈബ്രറി കൗൺസിൽ ജോയിന്റ് സെക്രട്ടറി V ചന്ദ്രൻ, നീലേശ്വരം നഗരസഭാ നേതൃസമിതി കൺവീനർ M ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പീപ്പിൾസ് പ്രസിഡന്റ് P രമേശൻ സ്വാഗതവും സെക്രട്ടറി K കൃഷ്ണൻ നന്ദിയും പറഞ്ഞു. KSTP റോഡ് നിർമ്മാണം ശാസ്ത്രീയമായി ഉടൻ പൂർത്തീകരിക്കണമെന്ന ആവശ്യം DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് തല കൺവെൻഷൻ സംഘടിപ്പിച്ചു. KSTP റോഡ് നിർമ്മാണം ശാസ്ത്രീയമായ രീതിയിൽ ഉടൻ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കണമെന്ന DYFI കാഞ്ഞങ്ങാട് ബ്ലോക്ക് കൺവെൻഷൻ ആവശ്യപ്പെട്ടു. മേലാങ്കോട്ട് വെച്ച് നടന്ന കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PB അനൂപ് ഉദ്ഘാടനം ചെയ്തു. പണ്ഡിറ്റ് കിഷോറിലാണെന്ന് നമ്മുടെ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്ത് പറഞ്ഞു പോലും സഖാവ് ഭഗത് സിംഗ് ജീവിച്ചിരിക്കുമായിരുന്നെങ്കിൽ നിങ്ങളുടെ ഈ സമ്മേളനത്തെ അഭിവാദ്യം ചെയ്യാൻ അദ്ദേഹം എത്തുമായിരുന്നു.
സഖാവ് ഭഗത് സിംഗ് സ്വപ്നം കണ്ട ചന്ദ്രശേഖർ ആസാദെല്ലാം പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിച്ച 100 ദേശാഭിമാനികൾ ഈ രാജ്യത്ത് കെട്ടിപ്പടുക്കാൻ വേണ്ടി ആഗ്രഹിച്ച ലക്ഷണമൊത്തൊരു യുവജന സംഘടനയാണ് 980 രൂപം കൊണ്ടതെന്നാണ് കിഷോരിലാൽ സൂചിപ്പിച്ചത്. രതീഷ് നെല്ലിക്കാട്ട് അധ്യക്ഷനായി. ശിവജി വെള്ളിക്കോത്ത്, കെ സബീഷ്, ടി കെ നിശാന്ത്, ഹരിത നാലപ്പാടം, അഡ്വക്കേറ്റ് രാജ്മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളെ ദ്രോഹിക്കുന്നതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മത്സരിക്കുകയാണെന്ന് DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ. കാസർഗോഡ് ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞങ്ങാട് സംഘടിപ്പിച്ച പട്ടിണി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയാണ് ജില്ലാ മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പട്ടിണി സമരം സംഘടിപ്പിച്ചത്. പുതിയകോട്ടയിൽ വെച്ച് നടന്ന പട്ടിണി സമരം DCC പ്രസിഡന്റ് ഹക്കീം കുന്നിൽ ഉദ്ഘാടനം ചെയ്തു. 17 ലക്ഷം കോടി ക്രയവിക്രയം നടന്ന ഈ രാജ്യത്ത് 14 ലക്ഷം കോടി രൂപ 86.4% നോട്ടുകൾ പിൻവലിച്ചുകൊണ്ട് അത് പിന്നീട് 86.4% ക്രയവിക്രയം നടന്നിരുന്ന നോട്ടുകൾ ഒരു ദിവസം രാത്രി കൊണ്ട് ആ നോട്ടുകളുടെ മൂല്യം ഇല്ലാതാവുന്ന ഒരു സന്ദർഭത്തിൽ നമ്മുടെ രാജ്യം വലിയ ഒരു പ്രതിസന്ധിയിലൂടെ നീങ്ങിയാണ്. 17 ലക്ഷം കോടി രൂപയിൽ 14 ലക്ഷം കോടി രൂപ പിന്നീട് അത് 15.4 ലക്ഷം കോടി എന്ന നിലയിലേക്ക് എത്തി. ആ നോട്ട് പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ ഡിസംബർ മാസം 12-ാം തീയതി വരെ അതാത് ദിവസങ്ങളിൽ ഈ രാജ്യത്ത് ഓരോ ദിവസവും നടക്കുന്ന രാജ്യത്തെ ചെറുതും വലുതുമായ ബാങ്കുകളിലൂടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ അന്ന് ഡിസംബർ മാസം 12-ാം തീയതി വരെ പുറത്തുവിടുന്ന ഒരു സാഹചര്യമുണ്ടായി. ശാന്തമ്മ ഫിലിപ്പ് അധ്യക്ഷയായി. അഡ്വക്കേറ്റ് MC ജോസ്, PK ഫൈസൽ, രാജേന്ദ്രൻ, അസിനാർ, DV ബാലകൃഷ്ണൻ, P ജയശ്രീ, സുബൈദ, ചന്ദ്രാവതി, മീനാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. കടമ്പാർ വലിയുള്ളാഹി ഹാജിയാർ ഉപ്പാപ്പ മകാമുറൂസും 11 ദിവസത്തെ മതപ്രഭാഷണ പരമ്പരയും ജനുവരി 11 മുതൽ 21 വരെ സംഘടിപ്പിക്കും. ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. വലിയുള്ളാഹി ഹാജിയാർ ഉപ്പാപ്പയുടെ പാവന സ്മരണയ്ക്കായി 2 വർഷത്തിലൊരിക്കൽ നടത്തിവരുന്ന ഉറൂസ് നേർച്ച ജനുവരി 11 മുതൽ 22 വരെ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊസോഡ് മൽഹർ സയ്യിദ് ജലാലുദ്ദീൻ തങ്ങൾ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ജനുവരി 22 വരെ നടത്തിവരുന്ന 11 തുടക്കം കുറിച്ച് 22 വരെ നടത്തിവരുന്ന ഉറൂസിൻ്റെ പ്രാരംഭം ഈ വരുന്ന 11 അതിഗംഭീരമായി നടത്താൻ തീരുമാനിക്കുകയും ബഹുമാനപ്പെട്ട മഞ്ചേശ്വരം സംയുക്ത ജമാഅത്ത് അധ്യക്ഷൻ അസയ്യിദ് അതാവുള്ള തങ്ങളുടെ പതാക ഉയർത്തലോടുകൂടെ 11 ബുധൻ അസ്തമിച്ച വ്യാഴാഴ്ച 8 മണിയോടുകൂടെ ബഹുമാനപ്പെട്ട ആരിക്കുഞ്ഞ് മുസ്ലിയാർ പൊയ്യത്തുബയിൽ മുദരിസായ മഹാനവറുകളുടെ പ്രാർത്ഥനയോടുകൂടെ തുടക്കം കുറിച്ച് അൽഹാജ് അബ്ദുല്ല മുസ്ലിയാർ അധ്യക്ഷത വഹിക്കും. SA അബ്ദുൽ ഹമീദ് ലത്തീഫി മുഖ്യപ്രഭാഷണം നടത്തും. പരിപാടിയിൽ പ്രഗത്ഭവാത്മികളും മതപണ്ഡിതന്മാരും പങ്കെടുക്കും. 11 ദിവസങ്ങളിലായി മതപ്രഭാഷണവും സംഘടിപ്പിക്കും. വാർത്താസമ്മേളനത്തിൽ മുഹയുദ്ദീൻ അസരി, EK അബൂബക്കർ ഹാജി, ഉമ്മർ ഷാഫി, IM അബ്ദുള്ള, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ലളിത അക്കാദമി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രനും ശില്പകലയിൽ കേന്ദ്ര സ്കോളർഷിപ്പിന് അർഹമായ GWLP സ്കൂൾ വിദ്യാർത്ഥിനി രേവതിക്കും അനുമോദനം. കൊടക്കാട് GWLP സ്കൂളിന്റെ നേതൃത്വത്തിലായിരുന്നു സ്വീകരണവും അനുമോദനവും. ആർട്ടിസ്റ്റ് രവീന്ദ്രനെയും സ്കോളർഷിപ്പ് ജേതാവ് രേവതിയെയും മറ്റു വിശിഷ്ടാതിഥികളോടൊപ്പം സ്വീകരിച്ചാനയിച്ചാണ് അനുമോദന വേദിയിലെത്തിച്ചത്. കേരള ലളിതകലാ അക്കാദമി അംഗത്വം ലഭിച്ച ആർട്ടിസ്റ്റ് തൃക്കരിപ്പൂർ രവീന്ദ്രന്റെ ശിഷ്യ കൂടിയാണ് കേന്ദ്ര ടാലന്റ് റിസർച്ച് അവാർഡ് സ്കോളർഷിപ്പിന് അർഹയായ KM രേവതി. അനുമോദന സമ്മേളനം സംഘടിപ്പിച്ച കൊടക്കാട് ഗവൺമെന്റ് വെൽഫെയർ UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ രേവതി ഇന്ത്യയിൽ നിന്നും ഈ അംഗീകാരം നേടിയ 3 പേരിൽ കേരളത്തിന്റെ ഏക പ്രതിനിധിയാണ്. അനുമോദന സമ്മേളനം M രാജഗോപാലൻ MLA ഉദ്ഘാടനം ചെയ്തു. ഉപഹാര സമർപ്പണവും നടത്തി. പുതിയ തലമുറക്ക് എങ്ങനെ പകർന്നു കൊടുക്കാം തന്റെ സർഗാത്മകത, ഇതിലുള്ള പ്രാവീണ്യം, പുതിയ ജനറേഷനെ, പുതിയ തലമുറയെ എങ്ങനെ പരിശീലിപ്പിച്ചെടുക്കാം എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായ ലക്ഷ്യബോധം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് തിമിരി, ഏത് കൊടക്കാട് തിമിരി എല്ലാം രവീന്ദ്രന്റെ സ്വന്തമാണ്. ഒരുപാട് പുതിയ കുട്ടികളെ പരിശീലിപ്പിച്ചെടുക്കുക. അപ്പൊ അങ്ങനെ പരിശീലിപ്പിച്ചെടുത്ത ശിഷ്യഗണങ്ങളിൽ ഒരാൾ കൂടിയാണ് രേവതി. വളരെ ശ്രദ്ധേയമായ ഒരു ശില്പമാണ് രേവതി ചെയ്തത്.
യാത്രയായിരുന്നു രേവതിക്ക് കിട്ടിയ വിഷയം. യാത്ര. അവളുടെ ഭാവന വിരിവിടർന്നപ്പോൾ, അവരുടെ സർഗാത്മകമായിട്ടുള്ള കഴിവുണർന്നപ്പോൾ അവള് വഞ്ചിയിൽ സഞ്ചരിക്കുന്നല്ലേ, വഞ്ചിയാണ് വഞ്ചി, തോണിക്കാരും വഞ്ചിയെല്ലാം ഉൾപ്പെടുന്ന ഒരു ശില്പമാണ് ചെയ്തത്. അങ്ങനെ വളരെ ശ്രദ്ധേയമായ ശില്പമാണ്. അപ്പൊ നമ്മുടെ നാടിന്റെ മുത്താണ്. ഇത്തരം ശില്പകലാ വൈദഗ്ധ്യത്തിലൊക്കെ ആളുകൾ പുതിയ തലമുറ അങ്ങനെ വലിയ താല്പര്യങ്ങൾ കൂടുതലില്ല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അന്തരിച്ച കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ മുൻ സംസ്ഥാന പ്രസിഡന്റ് NH അൻവറിന്റെ ഛായാചിത്രം മുതുമ CCN ഓഫീസിൽ സ്ഥാപിച്ചു. അക്രമരാഷ്ട്രീയം അവസാനിപ്പിക്കുക, റേഷൻ പ്രതിസന്ധി പരിഹരിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി BJPയുടെ വാഹന പ്രചരണ ജാഥയ്ക്ക് ജില്ലയിൽ സ്വീകരണം നൽകും. 28ാമത് റോഡ് സുരക്ഷാ വാരാഘോഷത്തിന് ജില്ലയിൽ തുടക്കമായി. വിവിധ റോഡ് സുരക്ഷാ പരിപാടികൾ സംഘടിപ്പിക്കും. നോട്ട് പ്രതിസന്ധി, നാഷണൽ യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ടൗണിൽ പ്രതിഷേധ പ്രകടനം. കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫ്രണ്ട് കാസർഗോഡ് മഞ്ചേശ്വരം താലൂക്ക് സമ്മേളനം സംഘടിപ്പിച്ചു. വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.